വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് കോമ്പസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനി വരുന്ന വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എന്താണ് സർവേയിങ് എന്ന് പറയുന്നത്? സർവേയിങ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ പോയിൻറ്റ്സിൻ്റെ എല്ലാം റിലേറ്റീവ് പൊസിഷൻ അറിയണം, അല്ലേ? ഇപ്പോൾ ആ പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മെഷർമെൻറ്റ് എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ സിമ്പിളി പറയുകയാണെങ്കിൽ സർവേയിങ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിൻറ്റ്സ് ഫോർ മേക്കിംഗ് മെഷർമെൻറ്റ്സ്. അപ്പോൾ എന്തിനാണ് സർവേ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ പോയിൻറ്റ്സിൻ്റെ നമുക്ക് മെഷർമെൻ്റ് എടുക്കണമെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് വേണം, അല്ലേ? ഇനിയിപ്പോൾ സർവേ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഒരു പ്ലോട്ടുണ്ട്, ആ പ്ലോട്ടിൻ്റെ പ്ലാൻ തയ്യാറാക്കണം, അല്ലേ? അതിന് നമുക്ക് സർവേ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം, അതും നമ്മൾ സർവേ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഏതൊക്കെയോ പോയിൻറ്റ്സിൻ്റെ റിലേറ്റീവ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ എന്നുള്ള പ്രോസസ്സ് നടത്തിയത്. ആ പോയിൻറ്റ്സ് എവിടെയൊക്കെ ആകാം. ഇറ്റ് ക്യാൻ ബി ഓൺ ദ സർഫസ് ഓർ എബോവ് ദ സർഫസ് ഓർ ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. അതായത് നമ്മളൊരു എർത്തിൻ്റെ സർഫസ് കൺസിഡർ ചെയ്താൽ ആ സർഫസിന് മുകളിലാകാം, താഴെയാകാം, അല്ലെങ്കിൽ ആ സർഫസിൽ തന്നെയും ആകാം. അപ്പോൾ ഇത്രയുമാണ് സർവേയിങ്ങിൻ്റെ ബേസിക് ഡെഫിനിഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ സർവേയിങ്ങിനകത്ത് ലീനിയർ മെഷർമെൻറ്റ്സും എടുക്കുന്നുണ്ട്, ആംഗുലർ മെഷർമെൻറ്റ്സും എടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് സർവേയിങ്ങിനെ ബേസിക്കായിട്ട് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: പ്ലെയിൻ സർവേയിങ് എന്നും ജിയോഡറ്റിക് സർവേയിങ് എന്നും. അതായത് എർത്തിൻ്റെ കർവേച്ചറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് രണ്ട് രീതിയിൽ നമ്മൾ സർവേയിങ് ക്ലാസിഫൈ ചെയ്യുന്നു: പ്ലെയിൻ സർവേയിങ് ആൻഡ് ജിയോഡറ്റിക് സർവേയിങ്. എന്താണ് പ്ലെയിൻ സർവേയിങ് എന്ന് പറയുകയാണെങ്കിൽ വേറൊന്നുമില്ല, നമ്മൾ അവിടെ എർത്തിൻ്റെ സർഫസ് കൺസിഡർ ചെയ്യുന്നില്ല. ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് നെഗ്ലക്റ്റഡ്. ഇനി എവിടെയാണ് പ്ലെയിൻ സർവേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? ഫോർ ഏരിയ having area less than 258 കിലോമീറ്റർ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഏരിയ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 258 കിലോമീറ്റർ സ്ക്വയറിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പ്ലെയിൻ സർവേയിങ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് 258 കിലോമീറ്റർ സ്ക്വയർ അല്ലാന്നുണ്ടെങ്കിൽ 100 സ്ക്വയർ മൈൽസ് ആയിട്ടും ഇത് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ PSC പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ 258 ആയിരിക്കത്തില്ല, ചിലപ്പോൾ 260 ആകാം, ചില ടെസ്റ്റുകളിൽ 250 കാണുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്കിപ്പം ഒരിക്കലും അടുത്തടുത്ത വാല്യൂസ് PSC ഓപ്ഷനായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്തായാലും ഡിലീറ്റ് ആയി പോകത്തേ ഉള്ളൂ. സോ നമുക്ക് 260, 258, 250 ഈ മൂന്ന് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ റേഞ്ചിനുമായിട്ട് ഏറ്റവും അടുത്ത ഏതായിരിക്കും അതായിരിക്കും ആൻസർ. അപ്പോൾ ഇത്രയാണ് പ്ലെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ 258 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനേക്കാളും ഏരിയ കുറഞ്ഞ പ്രദേശങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലെയിൻ സർവേയിങ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, അവിടെ കർവേച്ചർ, എർത്തിൻ്റെ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ അടുത്ത പോയിന്റ്, ആക്യുറസി വളരെ കുറവായിരിക്കും. ഓക്കെ, ആക്യുറസി വളരെ കുറവായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ചെറിയ ബിൽഡിങ്സിൻ്റെയൊക്കെ പ്ലാൻ തയ്യാറാക്കും, അവിടെയെല്ലാം നമ്മൾ പ്ലെയിൻ സർവേയിങ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ട്രയാങ്കിള്, ഇവിടെ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ സർവേ ജിയോഡറ്റിക് സർവേയിങ് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് സർവേയിങ് എന്ന് പറയും. അതായത് എർത്തിൻ്റെ കർവേച്ചറിനെയും കൂടെ നമ്മൾ കണക്കിലെടുക്കുകയാണ്, കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു സർവേയിങ്ങിനെ എന്തെന്ന് പറയും? ജിയോഡറ്റിക് സർവേയിങ് എന്ന് പറയും. ഇനി
ഈ ഒരു സർവേയിങ് നമ്മൾ എടുക്കുന്നത് 258 കിലോമീറ്റർ സ്ക്വയറിനേക്കാൾ കൂടുതൽ ഏരിയ ഉള്ള എവിടെ വേണോ നമുക്ക് ഈ സർവേ അഡോപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനേക്കാളും ഏരിയ കൂടുതലാണെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ജിയോഡറ്റിക് സർവേ യൂസബിൾ ആണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്യുറസി കൂടുതലാണ്. കാരണം എർത്ത് നമുക്കറിയാം ഒരു കർവ്ഡ് നേച്ചറുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കർവേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് മെഷർമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി ദ ആക്യുറസി വിൽ ബി ഗ്രേറ്റ്, അതായത് മോർ ആക്യുറേറ്റ് ആയിരിക്കും. എന്തിനാണ് ജിയോഡറ്റിക് സർവേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബൗണ്ടറീസും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് മാപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ജിയോഡറ്റിക് സർവേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി പ്ലെയിൻ സർവേയിങ് പറഞ്ഞതുപോലെ തന്നെ ജിയോഡറ്റിക് സർവേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലെയിൻ സർവേയിങ്ങിനെയും ജിയോഡറ്റിക് സർവേയിങ്ങിനും തമ്മിൽ തരംതിരിക്കുന്നത്. ഇനി ഇവ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമുക്ക് ആർക്ക് ലെങ്തും ഉണ്ട്, കോഡ് ലെങ്തും ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്ലെയിൻ ട്രയാങ്കിളും ഉണ്ട്, സ്പെറിക്കൽ ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ ആർക്ക് ലെങ്തും ഉണ്ട്, കോഡ് ലെങ്തും ഉണ്ട്. ഈ ആർക്ക് ലെങ്തും കോഡ് ലെങ്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ 1.83 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അല്ലെങ്കിൽ 18.3 കിലോമീറ്ററിന് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് ഈ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ കോഡ് ലെങ്ത് വെച്ചിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ടേബിളിനകത്ത് കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്പെറിക്കൽ ട്രയാങ്കിൾസ് ഉണ്ട്, പ്ലെയിൻ ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്ലെയിൻ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിനൊരു സം ഉണ്ടാവും, സ്പെറിക്കൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിനൊരു സം ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ 195.5 കിലോമീറ്റർ സ്ക്വയർ വേരിയേഷന് 1 സെക്കൻഡ് വീതമായിരിക്കും. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് spherical triangle and plane triangle will be 1 second for every 195.5 kilometer square. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്ലെയിൻ സർവേയിങ്ങിനെയും ജിയോഡറ്റിക് സർവേയിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇനി സർവേ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പ്ലെയിൻ സർവേയിങ് എന്നും ജിയോഡറ്റിക് സർവേയിങ് എന്നും പറഞ്ഞത്. ഇനി അതിൻ്റെ സ്വഭാവം വെച്ചിട്ട്, അതായത് അതെന്തിന് ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള അതിൻ്റെ നേച്ചർ, ആ ഒരു നേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി 3 രീതിയിലെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് എവിടെയാണ് സർവേ നടത്തുന്നത്, ബേസ്ഡ് ഓൺ ഫീൽഡ് ഓഫ് സർവേ. അപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ ആയിരിക്കും. നമ്മുടെ മുന്നിൽ തന്നെയുള്ള സ്ഥലം, ലാൻഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, സ്കൈ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ എയർ. ഇപ്പോൾ ലാൻഡിലാണ് സർവേ നടത്തുന്നതെങ്കിൽ അതിന് ലാൻഡ് സർവേയിങ് എന്ന് തന്നെ പറയാം. അല്ല, എവിടെയാണ്, വാട്ടറിലാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയും. പിന്നെന്താ, എയറിലാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ആസ്ട്രോണമിക്കൽ സർവേ എന്നും പറയാറുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ ഫീൽഡ് നമ്മൾ നോക്കിയുണ്ടായി. ഇനി അടുത്ത് എന്താ നോക്കുക, എന്തിനാണ് നമ്മൾ സർവേ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ സർവേ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം വെച്ചിട്ട് പ്രധാനമായിട്ടും 6 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് പേര് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആദ്യത്തേത് എൻജിനീയറിംഗ് സർവേ, രണ്ടാമത്തേത് മിലിറ്ററി സർവേ, മൂന്നാമത്തേത് മൈൻ സർവേ, 4 ജിയോളജിക്കൽ, 5 ആർക്കിയോളജിക്കൽ, 6 ഗ്രാവിറ്റി സർവേ എന്നിങ്ങനെ 6 രീതിയിലാണ് നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശം, നമ്മൾ സർവേ നടത്തുന്നതിൻ്റെ ഉദ്ദേശം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി എവിടെയായി, എന്തിനായി, ഇനി എന്തുകൊണ്ട്, എന്ത് വസ്തു ഉപയോഗിച്ചാണ് സർവേ ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തി ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് 6 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയിൻ സർവേ, തിയോഡലൈറ്റ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ടാക്യോമെട്രിക് സർവേ,
ഫോട്ടോഗ്രാമെട്രിക് സർവേ ആൻഡ് ഏരിയൽ സർവേ. അതായത് നമ്മുടെ എന്ത് മെറ്റീരിയൽ ഇൻസ്ട്രുമെൻ്റ് ആണോ യൂസ് ചെയ്യണം, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരിൻ്റെ കൂടെ ഒരു സർവേയിങ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അത്രത്തോളം വലുതായിട്ട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറില്ല. വന്നാൽ തന്നെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയ 2 സാധനങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാത്ത. ആദ്യം പറഞ്ഞത് ബേസ്ഡ് ഓൺ ഫീൽഡ് ഓഫ് സർവേ. അതിൽ 3 എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ടായി. ഏതൊക്കെയാണ്? ലാൻഡ്, ഹൈഡ്രോഗ്രാഫിക് അല്ലെങ്കിൽ മറൈൻ സർവേ, പിന്നെ ആസ്ട്രോണമിക്കൽ സർവേ. ഇപ്പോൾ ആദ്യത്തേത് ലാൻഡ് സർവേ, കരയിൽ നമ്മൾ നടത്തുന്ന സർവേയാണ് ലാൻഡ് സർവേ. അതിനെ വീണ്ടും 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് പറയും. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഫീച്ചേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളതിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സർവേനെയാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് പറയുക. എക്സാമ്പിൾ റിവർ, വാലി, ഹിൽ, പോൺസ്, ലേക്സ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ മാത്രം ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സർവേയാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് കഡസ്ട്രൽ സർവേ എന്ന് പറയും. ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു സർവേയാണ് കഡസ്ട്രൽ സർവേ. അതായത് ഉടമസ്ഥാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി നമ്മൾ നടത്തുന്ന സർവേയാണ് കഡസ്ട്രൽ സർവേ. അപ്പോൾ പേര് തന്നെയുണ്ട്, നമ്മൾ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്തിനൊക്കെ ആയിരിക്കാം? ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് തീരുമാനിക്കുന്നത്, പ്രോപ്പർട്ടി ലൈൻസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കഡസ്ട്രൽ സർവേ നടത്താം. അതുപോലെ തന്നെ ഈ ജൂറിസ്ഡിക്ഷൻസിൻ്റെയും മുനിസിപ്പാലിറ്റീസിൻ്റെയൊക്കെ ബൗണ്ടറീസ് നിർണ്ണയിക്കുന്നതും ഈ കഡസ്ട്രൽ സർവേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനാണ്. അപ്പോൾ ആ എത്രയാണ് അവരുടെ ഏരിയ, ആ ബൗണ്ടറി ഏതൊക്കെയാണ്, അതൊക്കെ അറിയുന്നത് ഈ കഡസ്ട്രൽ സർവേ വെച്ചിട്ടാണ്. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി സർവേ. ഒരു സിറ്റിയിൽ നമ്മൾ പുതിയതായിട്ടൊരു സ്ട്രീറ്റ് കൊണ്ടുവരാൻ കൺസ്ട്രക്ട് ചെയ്യാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയതായിട്ടൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരു സീവർ സിസ്റ്റം കൊണ്ടുവരാൻ ആലോചിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ടൊക്കെ നമ്മൾ നടത്തുന്ന ഒരു സർവേയാണ് സിറ്റി സർവേ എന്ന് പറയും. അപ്പോൾ ലാൻഡ് സർവേനെ 3 തരംതിരിച്ചിട്ടുള്ളത്: ടോപ്പോഗ്രാഫിക്കൽ എന്നും, കഡസ്ട്രൽ എന്നും, സിറ്റി എന്നും. മിക്കവാറും PSC ക്വസ്റ്റ്യൻസിൽ കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവേനെയാണ് കഡസ്ട്രൽ സർവേ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ലാൻഡിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ നമ്മൾ നോക്കുന്ന എന്താണ്? വെള്ളത്തിനെ കുറിച്ച്, വാട്ടർ. അവിടെ നടത്തുന്ന സർവേയെ മറൈൻ സർവേയിങ് അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയും. ഇനി ആ ഒരു പ്രോസസ്സ്, അപ്പോൾ അതായത് നമ്മളിപ്പോൾ വാട്ടർ ഡെപ്തൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോസസ്സ് നടത്തും. ആ ഒരു പ്രോസസ്സിനെയാണ് സൗണ്ടിങ് എന്ന് പറയുക. ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ, ആ ഒരു പ്രോസസ്സിനെയാണ് സൗണ്ടിങ് എന്ന് പറയുക. ഇനി നമ്മൾ എന്തിനാണ് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താറുണ്ട്. പിന്നെ അവസാനത്തത് ആകാശത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ എയറിൽ നടത്തുന്ന സർവേ, ആസ്ട്രോണമിക്കൽ സർവേ. ഹെവൻലി ബോഡീസിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സർവേയാണ് ആസ്ട്രോണമിക്കൽ സർവേ. ഗാലക്സീസും സ്റ്റാർസും അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സർവേയാണ് ആസ്ട്രോണമിക്കൽ സർവേ. അപ്പോൾ ബേസ്ഡ് ഓൺ ഫീൽഡും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്. നമ്മൾ പേരുകൾ മാത്രമേ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ സർവേ നടത്തുന്നത്? അപ്പോൾ അതിലാദ്യത്തെ ഒന്നാണ് എൻജിനീയറിംഗ് സർവേ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം സർവേയുടെ ബേസിക് ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. നമ്മൾ പ്ലാൻ അല്ലെങ്കിൽ ഏരിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ എൻജിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഇപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സർവേയാണ് എൻജിനീയറിംഗ് സർവേ. ഇനി രണ്ടാമത്തേത് മിലിറ്ററി സർവേ എന്ന് പറയും. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ എന്ന് പറഞ്ഞാൽ മിലിറ്ററി സർവേയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അതിർത്തി ഭേദിച്ചു വന്നു, വ്യോമാതിർത്തി ഭേദിച്ചു വന്നു, അല്ലെങ്കിൽ
കടൽ ഇപ്പം കടലിലാണെങ്കിലും അതിർത്തി കാണും. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വരികയാണെങ്കിൽ അവരെയെല്ലാം നമ്മൾ സീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ലൈൻ ഓഫ് കൺട്രോൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു സർവേയിങ് ആണ് മിലിറ്ററി സർവേ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്താണ് മൈൻ സർവേ. ഇപ്പോൾ നമുക്ക് ധാതു ശേഖരണം, ധാതുക്കളെ കുറിച്ചൊക്കെ കളക്ട് ചെയ്യണം. ഇപ്പോൾ മിനറൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സർവേയാണ് മൈൻ സർവേ ഫോർ എക്സ്പ്ലോറിങ് മിനറൽ വെൽത്ത്. പിന്നെ അഞ്ചാമത്തെ ജിയോളജിക്കൽ സർവേ എന്ന് പറയും. അതായത് എർത്ത് ക്രസ്റ്റിൻ്റെ പല പല സ്ട്രാറ്റാസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നൊരു സർവേയാണ് ജിയോളജിക്കൽ സർവേ. ഇനി എന്താണ് ആർക്കിയോളജിക്കൽ സർവേ. അതായത് പുരാവസ്തു ഗവേഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട സർവേയാണ് ആർക്കിയോളജിക്കൽ സർവേ. അവിടെ ഒരു കീവേഡ് ഉണ്ട്. എന്താണ്? ഫോർ അൺഎർത്തിങ് റെലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റീസ്. അതായത് നമ്മൾ പഴയ കാര്യങ്ങൾ കളക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ശേഖരിക്കുകയാണ്, അൺഎർത്ത് ചെയ്യുകയാണ്, നമ്മൾ കുഴിച്ചെടുക്കുകയാണ്. ആ ഒരു സർവേയാണ് എന്താ? ആർക്കിയോളജിക്കൽ സർവേ. ദ സർവേ വിച്ച് ഡീൽസ് വിത്ത് അൺഎർത്തിങ് റെലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. അവസാനത്തത് ഗ്രാവിറ്റി സർവേ. നമ്മുടെ എർത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ സർവേയാണ് ഗ്രാവിറ്റി സർവേ. അപ്പോൾ ഇത്രയുമാണ് സർവേയുടെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഡെഫിനിഷൻസും ഓരോന്നും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്. പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിൾസാണ് സർവേയിങ്ങിനുള്ളത്. അതിലാദ്യത്തത്, ഇപ്പോൾ നമുക്ക് 2 റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് വച്ചിട്ട് പുതിയൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് ബൈ മെഷർമെൻറ്റ് ഫ്രം 2 points ഓഫ് റെഫറൻസസ്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അതായത് മൊത്തം ഏരിയ നമ്മൾ നോക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ചെറുതായി കൊണ്ടുപോവുക. ടോട്ടൽ ഇതിൽ നിന്ന് പാർട്ടിലേക്ക് കൊണ്ടുപോവുക. അതാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുറേ കൺട്രോൾ പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ, പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റ്സിനെ ഹൈലി ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ പ്രിസൈസ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്നുള്ള സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഈ എറേഴ്സ് ലോക്കലൈസ് ആവും. അത് കാരണം അക്യുമുലേഷൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മളിപ്പം പാർട്ടിൽ നിന്ന് ഹോളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു ഏരിയ നോക്കി, എറേഴ്സ് വന്നു, കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു, എറേഴ്സ് കൂടി ലാസ്റ്റ് നമ്മൾ ഹോൾ എടുക്കുന്ന സമയത്ത് വലിയ എറർ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു ഏരിയ ഉണ്ടായി, ഒരു എറർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ എറേഴ്സ് കുറഞ്ഞേ വരുള്ളൂ അല്ലേ. നമ്മൾ ലോക്കലൈസ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് മാത്രം എറർ ചുരുങ്ങും. അപ്പോൾ അത് എറേഴ്സ് ഒരുപാട് അങ്ങോട്ട് മാഗ്നിഫൈഡ് ആവത്തില്ല. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മിക്കവാറും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അതങ്ങനെ തന്നെ പഠിക്കുക. കാരണം ഓപ്ഷനകത്ത് പാർട്ട് ടു ഹോളും കാണും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. പാർട്ട് ടു ഹോളാണോ ഹോൾ ടു പാർട്ടാണോ? അല്ല, ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ് സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പ്ലാൻ ആൻഡ് മാപ്പ്. ഓക്കെ, എന്താണ് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ്? നമുക്ക് എർത്ത് സർഫസിൽ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. ആ ഫ്യൂച്ചേഴ്സിനെ നമ്മളൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതിനെയാണ് മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്യൂച്ചേഴ്സ് ഓൺ ദ എർത്ത് സർഫസ് പ്രൊജക്റ്റഡ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി അടുത്തത് പ്ലാൻ ഉണ്ട്, മാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും പ്ലാൻ, എന്തായിരിക്കും മാപ്പ്? ഇത് രണ്ടും ഹൊറിസോണ്ടൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ലാർജ് സ്കെയിൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഒരു വലുതായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയ ലാർജ് സ്കെയിലിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിന് പ്ലാൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ. ഇനി
സ്മാൾ സ്കെയിലിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മാപ്പ് എന്ന് പറയും. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നു എന്ന് വയ്ക്കുക. ആ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സ്കെയിലും ഒരു മാപ്പിൻ്റെ സ്കെയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാപ്പ് സ്കെയിൽ എപ്പോഴും വളരെ വളരെ സ്മാൾ സ്കെയിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുക. കാരണം നമ്മളൊരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഹോൾ വേൾഡിനെ നമ്മൾ ഒരു പേപ്പറിലോട്ട് കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ അത്രയും ചെറുതാക്കണം. ആ സ്കെയിൽ വളരെ 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 ചെറുതാവുകയാണ്, സ്മാൾ സ്കെയിലിലോട്ട് വരികയാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുക, സ്മാൾ സ്കെയിൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ മാപ്പും ലാർജ് സ്കെയിൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ പ്ലാനും ആയിരിക്കും. അതും PSCക്ക് ചോദിക്കും, തെറ്റിക്കരുത്. അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. നമ്മൾ ആലോചിച്ചാൽ മതി, മാപ്പ് വളരെ ചെറിയ സ്കെയിലാണ്, ഒരു തീരെ ചെറുതാണ്. അപ്പോൾ അതൊരു വളരെ വലിയ രാജ്യങ്ങൾ പോലും ഒരു ചെറിയ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് വരികയാണ്, അല്ലെങ്കിൽ ചെറിയൊരു 3-4 കോളത്തിനകത്ത് വരുന്ന രീതിയിലാണ് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ വളരെ ചെറിയ സ്കെയിൽ, സ്മാൾ സ്കെയിൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിനെ മാപ്പ് എന്നും, ലാർജ് സ്കെയിൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിനെ പ്ലാൻ എന്നും നമ്മൾ പറയും. ഇനി അടുത്തതാണ് സ്കെയിൽ. എന്താണ് സ്കെയിൽ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡ്രോയിങ് ഉണ്ട്, ഗ്രൗണ്ടിലൊരു ഡ്രോയിങ് അല്ലേ. അപ്പോൾ ആ ഡ്രോയിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്രൗണ്ടിലുള്ള പോയിൻറ്റ്സിനെ പേപ്പറിലോട്ട് പ്ലോട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, നമ്മുടെ പേപ്പറിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവ തമ്മിലുള്ള റേഷ്യോനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ഏത് സ്കെയിലിലോട്ട് പോകണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫിക്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓൺ ദ മാപ്പ് ബൈ ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ മെഷേർഡ് ഡിസ്റ്റൻസ് ബൈ ആക്ച്വൽ ഡിസ്റ്റൻസ്. നമ്മുടെ മാപ്പിൽ എത്രയാണോ നമ്മുടെ ഡിസ്റ്റൻസ്, അതേ ഡിവൈഡഡ് ബൈ ഗ്രൗണ്ടിലെ ഡിസ്റ്റൻസ്. ഇത് രണ്ടും കൂടെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും 2 രീതിയിലാണ് സ്കെയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ന്യൂമറിക്കൽ സ്കെയിൽ എന്നും ഗ്രാഫിക്കൽ സ്കെയിൽ എന്നും. എന്താണ് ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂമറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ സ്കെയിൽ. ആ പേര് തന്നെയുണ്ട്. 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻസ് വെച്ചിട്ടും എക്സ്പ്രസ് ചെയ്യാറുണ്ട്, എൻജിനീയർ സ്കെയിൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ പറയുന്ന വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മളൊരു യൂണിറ്റ് ലെങ്ത് എടുക്കുകയാണ്. ഓക്കെ, ഒരു പ്ലാനിനുള്ള ഒരു യൂണിറ്റ് ലെങ്ത് എടുക്കുകയാണ്. ഒരു വാല്യൂ അതിനെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യും? ആ ഗ്രൗണ്ടിലുള്ള വേറെ ഏതോ യൂണിറ്റ്. ഓക്കെ, നമ്മളെടുത്തത് ഒരു യൂണിറ്റ്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രൗണ്ടിലെ വേറെ ഏതോ ഒരു യൂണിറ്റിനെ ആയിരിക്കും. എക്സാമ്പിൾ പറയാണ്, നമ്മളെടുത്തത് 1 മീറ്റർ ആണ്, ഗ്രൗണ്ടിൽ ചിലപ്പം 1000 സെൻറ്റിമീറ്ററോ 100 സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ 2 യൂണിറ്റിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അപ്പോൾ നമ്മളത് എടുത്തങ്ങ് എഴുതി വയ്ക്കും. ഗ്രൗണ്ടിലുള്ളൊരു സം നമ്പർ ഓഫ് യൂണിറ്റും മാപ്പിലുള്ളത് വേറൊരു സം നമ്പർ ഓഫ് യൂണിറ്റും ആയിരിക്കും. ഇനി എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താണോ എടുത്തത്, ഓക്കെ, ഇപ്പോൾ 1 സെൻറ്റിമീറ്ററാണ് നമ്മൾ പ്ലാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ യൂണിറ്റ് തന്നെയായിരിക്കും, സം ഹോൾ നമ്പർ ഓഫ് സെയിം യൂണിറ്റ്. ഓക്കെ, അതാണ് എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്രാഫിക്കൽ സ്കെയിൽ? പ്ലാനിൽ ഒരു ലൈൻ വരയ്ക്കും, എന്നിട്ട് അതിനെ കൺവീനിയൻ്റ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറയുക. അതാണ് ഗ്രാഫിക്കൽ സ്കെയിൽ. ഇനി യൂണിറ്റ്, എത്ര യൂണിറ്റ് വരെ മെഷർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് സ്കെയില് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തത് പ്ലെയിൻ സ്കെയിൽ. 2 യൂണിറ്റ് വരെ ഇതിന് മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഓൺലി 2 യൂണിറ്റ്സ് ക്യാൻ ബി മെഷർ. 2 യൂണിറ്റ് വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെൻറ്റിമീറ്ററും ഡെസിമീറ്ററും ആവാം, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ആവാം, അടുത്തടുത്ത് 2 യൂണിറ്റ്സ്. പിന്നെ ഡയഗണൽ സ്കെയിൽ 3 യൂണിറ്റ് വരെ നമുക്ക് മെഷർ ചെയ്യാം. അതിനെയാണ് ഡയഗണൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി വെർനിയർ സ്കെയിൽ
അതായത് ഒരു മെയിൻ സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ലോവസ്റ്റ് ഡിവിഷനെ നമ്മൾ വീണ്ടും ഫ്രാക്ഷന് ആക്കും, വീണ്ടും ചെറുതാക്കും. അതിനെയാണ് വെർനിയർ സ്കെയിൽ എന്ന് പറയുക. വെർനിയർ സ്കെയിൽ തന്നെ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തേത് ഡയറക്റ്റ് വെർനിയർ. നമ്മുടെ കയ്യിൽ n വെർനിയർ സ്കെയിൽ ഉണ്ടെങ്കിൽ അതിനേക്കാളും 1 കുറവായിരിക്കും മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. n വെർനിയർ സ്കെയിൽ ഡിവിഷൻ വിൽ ബി ഈക്വൽ ടു n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഓക്കെ, ഇനി ഡയറക്റ്റ് വെർനിയർ ആയാണ് അല്ലേ. അപ്പോൾ രണ്ട് സ്കെയിലും വെർനിയർ ആണെങ്കിലും മെയിൻ സ്കെയിൽ ആണെങ്കിലും ഒരേ ഡയറക്ഷനിലായിരിക്കും ഇൻക്രീസ് ചെയ്ത് പോവുക. ഈ രണ്ടാമത്തത് റെട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയും. നമ്മുടെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ n ആണെങ്കിൽ അതിനേക്കാൾ 1 കൂടുതലായിരിക്കും മെയിൻ സ്കെയിൽ ഡിവിഷൻ. അതായത് മെയിൻ സ്കെയിൽ ഡിവിഷൻ കൂടിയിരിക്കും, വെർനിയർ സ്കെയിൽ ഡിവിഷൻ കുറഞ്ഞിരിക്കും. അവിടെ മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിൽ ഡിവിഷനും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് VSD കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ MSD കുറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി മൂന്നാമത്തതാണ് എക്സ്റ്റെൻഡഡ് വെർനിയർ എന്ന് പറയുന്നത്. എന്താണ് എക്സ്റ്റെൻഡഡ് വെർനിയർ? വേറൊന്നുമില്ല, ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള n വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണെങ്കിൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും. n വെർനിയർ സ്കെയിൽ ഡിവിഷന് 2n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ. ഇതിനെയാണ് എക്സ്റ്റെൻഡഡ് വെർനിയർ എന്ന് പറയുന്നത്. അവസാനത്തത് സ്കെയിൽ ഓഫ് കോഡ്സ്. ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലിനെയാണ് സ്കെയിൽ ഓഫ് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സർവേയിങ്ങിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.